പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല പ്രഭാതം കർത്താവ് വീണ്ടും നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2 ദിവസത്തിന് മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അല്പനേരം തുടർന്ന് വന്നതായ ചില ദിവസങ്ങളിലെ വാർത്തയൊക്കെ അതിനോട് സംബന്ധിച്ചുള്ളതായ വാർത്ത എന്നെ വളരെ രസിപ്പിക്കുകയും ചെയ്തു. എന്താണെന്നറിയാമോ? കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് ഒരു ബാങ്ക് കൊള്ള നടന്നു. വലിയ കൊള്ളയൊന്നുമല്ല, ഒരു ചെറിയ കൊള്ളയാണ്. പക്ഷെങ്കിൽ അത് ആ കൊള്ള നടത്തുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി മുതിർന്നതായ ആ ചെറുപ്പക്കാരൻ വളരെ ദിവസങ്ങൾ ആ ബാങ്കിനെ വീക്ഷിച്ച് കാണും. എപ്പോഴാണ് ഇതിന് പറ്റിയതായ ഒരു സമയം, അല്പം പണം അവിടുന്ന് മോഷ്ടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിക്കുവാൻ, അവിടെ ചില കവർച്ച നടത്തുവാൻ വേണ്ടി പറ്റിയ സമയം ഏതാണെന്ന് അദ്ദേഹം വീക്ഷിച്ച് കാണും. അവിടുത്തെ സ്റ്റാഫ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം പറ്റിയതാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അത് ചെയ്തു. തൻ്റെ മുൻപിൽ അത് സക്സസ് ആയിട്ട് മാറി. അദ്ദേഹത്തെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെങ്കിൽ ആ സംഗതി ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് നല്ല ഒരു ട്രെയിനിങ് താൻ തന്നെ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ തരുണത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞതായ ഒരു വചനത്തെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35, 36, 37 വാക്യങ്ങൾ. 35-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ദാസന്മാരെ വിളിച്ച് അവരവർക്ക് ഉതകുന്നതായ അവരുടെ പ്രാപ്തി പോലെ ചില ഉത്തരവാദിത്തങ്ങളും ചില ഡ്യൂട്ടികളും ചില ജോലികളുമൊക്കെ അവരെ പരമേൽപ്പിച്ചിട്ട് വീട്ടുകാവൽക്കാരനോട് ഉറങ്ങാതെ കാത്തിരിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പരദേശത്തേക്ക് പോകുന്നത് പോലെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂക്കുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്ന് അറിയായിക്കൊണ്ട് എല്ലാ സമയത്തും അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടത് ഉണർന്നിരിപ്പി. ദൈവത്തിന് സ്തോത്രം. 37-ാം വാക്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. എന്താണെന്നറിയാമോ? ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ദൂതില്ല, ഒരു സഭയ്ക്ക് വേണ്ടി പ്രത്യേക ദൂതില്ല, ഒരു പൗരോഹിത്യത്തിന് വേണ്ടി പ്രത്യേക സന്ദേശങ്ങളൊന്നുമില്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയും ഒരു വ്യക്തിക്ക് വേണ്ടിയും ഒരു പ്രത്യേകമായ സന്ദേശം കർത്താവ് കൊടുക്കുകയല്ല. എല്ലാവർക്കും ഒരുപോലെ ഒരേ പാത്രത്തിൽ ആഹാരം, ഒരേ സ്വരത്തിൽ സന്ദേശം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നത് തന്നെ, ഉണർന്നിരിപ്പീൻ. നമുക്കെല്ലാവർക്കും പ്രതിയോഗിയായിട്ടുള്ളതായ ഒരു ശത്രു, ഒരു നീക്കം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരു വിഭാഗത്തിന് വേണ്ടിയോ വ്യക്തിക്ക് വേണ്ടിയോ ഉള്ളതായ ഒരു നീക്കമല്ല. അത് ദൈവത്താൽ വെച്ചിരിക്കുന്നതായ ഒരു കാര്യമാണ്. എന്തിനാണെന്നറിയാമോ? നമ്മൾ ഉറങ്ങാതിരിക്കേണ്ടതിന്. അങ്ങനെ 24 മണിക്കൂറും ഉറങ്ങാതിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് പരിചയമുണ്ടോ? മനുഷ്യർക്ക് സാധ്യമല്ല. 365 ദിവസം ഉറങ്ങാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അത് വളരെ അപൂർവമാണ്. അമാനുഷ്യർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവമാണ് ഈ ശരീരത്തിൽ ഉറക്കവും ഉണർച്ചയും എല്ലാം വെച്ചിരിക്കുന്നത്. മനുഷ്യൻ ഉറങ്ങിയില്ലെങ്കിൽ അവൻ്റെ ജീവിതം, അവൻ്റെ മാനസികാവസ്ഥ വളരെ അവതാളത്തിലാകും. അവൻ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ അതുമൂലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഉറക്കവും ഗാഠനിദ്രയുമൊക്കെ ദൈവം തന്നെ മനുഷ്യന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കാര്യം ഇരിക്കെ, മനുഷ്യന് ഉറക്കം ദൈവം കൊടുത്തതാണെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം യേശു പറയുന്നതായ ആ ഉണർവും ആ കാത്തിരിപ്പും ആ ഉത്തരവാദിത്തങ്ങളും ആ രാത്രിയെക്കുറിച്ചുള്ളതായ അല്ലെങ്കിൽ നമുക്കുണ്ടായേക്കാവുന്നതായ നഷ്ടബോധത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, അത് തീർച്ചയായിട്ടും മാനുഷികമായിട്ടുള്ളൊരു ചിന്തയല്ല. ഒരു ആത്മീയമായ പശ്ചാത്തലത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ കർത്താവ് ഒരു ഉപമ പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് വിത്ത് വിതച്ചിട്ട് അവൻ രാത്രി വിശ്രമിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ശത്രു വന്ന് കളയുടെ വിത്തുകൾ അവൻ്റെ നല്ല വിത്തിൻ്റെ ഇടയ്ക്ക് വിതയ്ക്കുകയുണ്ടായി. അങ്ങനെ നല്ല വിത്ത് വിതച്ചപ്പോൾ ആ കളയും പൊങ്ങി വന്നു. അതിൻ്റെ ഉടയവന് അതിശയമായി പോയി.
ഞാൻ നല്ല വിത്താണല്ലോ വിധിച്ചത്, ഈ കള എങ്ങനെ വളർന്നു വന്നു? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ അശ്രദ്ധാപരമായിട്ടുള്ളതായ ചില സാഹചര്യങ്ങളിൽ, ഉത്തരവാദിത്വമില്ലാത്തതായ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചിരിക്കപ്പെട്ടിരിക്കുന്നതായ ആ നിയുക്തമായ നമ്മുടെ കഴിവിനനുസരിച്ച് ദൈവം തന്നിരിക്കുന്നതായ പ്രാപ്തിക്കനുസരിച്ചതായ ചില കാര്യനിർവഹണ ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നാം ഉറങ്ങുന്നവരായിട്ട്, ക്ഷീണിച്ചവരായിട്ട്, ഉത്തരവാദിത്വ ബോധമില്ലാതെ അലക്ഷ്യമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുന്നു. അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ അനേക ദുരനുഭവങ്ങളുടെ വിത്തുകൾ ശത്രു വന്ന് അത് നാം അറിയാതെ നമ്മുടെ നിലത്ത് പാകുന്നു. നമ്മുടെ കുടുംബത്തിൽ അത് വിതയ്ക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആ വിത്ത് വിതയ്ക്കുന്നു. കളയുടെ വിത്ത് ഭാര്യയിൽ, ഭർത്താവിൽ, മാതാപിതാക്കളിൽ, സമൂഹത്തിൽ, സഹോദരങ്ങളിൽ, വിശ്വാസ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ആ ഭൗമിക ജീവിതത്തിൽ ദൈവം തന്ന സകല നന്മകളിലും ശത്രു കളയുടെ വിത്തുകൾ വിതയ്ക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് അതാണ് പറയുന്നത്. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം, കർത്താവേ നീ എപ്പോൾ വരും? അങ്ങനെ കർത്താവിനെ വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നതായ ചില ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യണം എന്നുള്ളതായ ഒരു സന്ദേശമാണ് കർത്താവ് നമുക്കായിട്ട് തരുന്നത്. ഒരു കൂട്ടം ജനങ്ങൾ കർത്താവ് വരുന്നു എന്ന് കാത്തിരിക്കുന്ന ആ ഒരു അനുഭവത്തിലെ അവിടെയല്ല പ്രാധാന്യം. കർത്താവ് പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. അതാത് ദാസന്മാർക്ക് അവരവരുടെ പ്രാപ്തി പോലെ ദൈവം കൊടുത്തിരിക്കുന്ന ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം. ചില മനുഷ്യർക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവിക വചനത്തെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ചുമതലകളും അനേക ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. അതിനെ നാം പക്വതയോടും ഉത്തരവാദിത്വ ബോധത്തോടും അതിൻ്റെ സകല ഭാരങ്ങളും ഗൗരവമായ രീതിയിൽ നാം ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് യജമാനൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയം നമുക്ക് നൽകപ്പെടുന്നത്. കേവലം യജമാനന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതം മാത്രമാണെങ്കിൽ അവർക്ക് വേണ്ടി യജമാനൻ വരികയില്ല. ആ യജമാനൻ വരുന്നതോ കൊടുത്തതായ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പക്വതയോടുകൂടി ചെയ്തു തീർക്കുന്നതായ ഒരു കൂട്ടം ദാസന്മാർ, കാവൽക്കാർ എവിടെയുണ്ടോ അവിടേക്കാണ് കർത്താവ് വരുന്നത്. യജമാനൻ വരുന്നതെന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മെ ധരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും റാപ്ചർ എന്നും എടുത്തുകൊള്ളലെന്നും കർത്താവിൻ്റെ വരവെന്നും ഉൽപ്രാപണമെന്നും ഒക്കെ പല പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും നാം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഉത്തരവാദിത്വ ബോധങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടവരായിത്തീരും. ദൈവം നമ്മെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു നല്ല ഒരു അഭ്യസനം, അവരെ ദൈവമുള്ളവരായി, ഉത്തരവാദിത്വ ബോധമുള്ളവരായി അവരെ വളർത്തുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കുടുംബങ്ങൾ അതിൻ്റെ ചാതുര്യത്തോടുകൂടി അതിനെ സംരക്ഷിക്കുക, ആ സ്നേഹത്തിൻ്റെ വൈപ്പുകൾ അവിടെ പുലർത്തുക, അവിടെ നല്ല ഒരു ഗൗരവകരമായിട്ടുള്ളതായ മാതൃകാപരമായിട്ടുള്ളതായ ജീവിതം ചെയ്യുക. മാതാപിതാക്കളെ നമുക്ക് തന്നിരിക്കുന്നത് അവരെ അനുസരിക്കുവാനും ബഹുമാനിക്കുവാനുമാണ്. നമ്മളെ ഗുരുക്കന്മാരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, പുരോഹിതന്മാരെ തന്നിരിക്കുന്നത്, നമുക്ക് സംഘടനകളും സാമൂഹികമായിട്ടുള്ളതായ ബന്ധങ്ങളും തന്നിരിക്കുന്നത് ബഹുമാനവും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി അവിടെയൊക്കെയും നമ്മെ ഏൽപ്പിച്ചതായ കടമകൾ പൂർണ്ണതയോടെ ചെയ്യുവാനാണ്. ദൈവത്തിന് സ്തോത്രം. പോരായ്മകൾ, പക്വതമില്ലായ്മകൾ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനാകാത്തതായ പാളിച്ചകൾ പലപ്പോഴും പലയിടത്തും പലരിലും വരും. അതുകൊണ്ട് അവർ തകർന്നു പോകണമെന്നല്ല. എന്നാൽ ഒരിക്കൽ സംഭവിച്ചതായ തോൽവിയെ, ഒരിക്കൽ സംഭവിച്ചതായ പാളിച്ചകൾ പിറ്റേ ദിവസവും വീണ്ടും ആവർത്തിക്കാതിരിക്കേണ്ടതിന് നാം നമ്മുടെ ജീവിതത്തിൽ ഉണർവും കാവലും ഉള്ളവരായി തീരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം കാണുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറയുന്നതായ വചനം ശ്രദ്ധിപ്പീൻ, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന് ഉണർന്ന് നിങ്ങളെ ഏൽപ്പിച്ചത് വേല ബുദ്ധിയോട്, ജ്ഞാനത്തോട്, വിവേകത്തോട്, ഭാരത്തോട് ചെയ്തു തീർക്കുന്ന ജനമായി നമുക്ക് തീരാം. ഗഡ് ബ്ലെസ് യു.